ഏതെങ്കിലും ആശയപരമായ തർക്കത്തിൻ്റെ പേരിലല്ല ഈ കലഹം, പ്രത്യയശാസ്ത്ര സംവാദത്തിൻ്റെ പേരിലല്ല. പഴയതുപോലെ ഇടതുപക്ഷ ലൈനിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ചൂണ്ടിക്കാണിച്ചുള്ള പ്രശ്നവുമല്ല. ഇന്നിപ്പോൾ വി ജോയി അല്ലെങ്കിൽ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം മംഗലപുരം ഏരിയ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്നത് അഴിമതി ആരോപണമാണ്. തിരിച്ച് അദ്ദേഹം ഉന്നയിക്കുന്നത് പാർട്ടിയെ ഉപയോഗിച്ച് ജില്ലാ സെക്രട്ടറി പൈസ ഉണ്ടാക്കി എന്നുള്ള ആരോപണമാണ്, സാമ്പത്തിക ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെങ്കൊടി പിടിച്ച വനിതകൾ തിരുത്തണം എന്നാവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മോശക്കാരായ, വളരെ സ്ത്രീകളോടക്കം മോശം സമീപനമുള്ള ആളുകൾ ഈ നേതൃത്വത്തിൽ ഉണ്ട്, അവരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വനിതകളായിട്ടുള്ള പാർട്ടി മെമ്പർമാർ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആശയ അടിത്തറയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്ര മുഖംമൂടിയുള്ള ഒരു പ്രശ്നമേ അല്ല CPM-ൽ നടക്കുന്നത് എന്നുള്ളത് ഈ ഭരണത്തിൻ്റെ കുഴുക്കുത്തായി കാണാവുന്നതല്ലേ? ഇങ്ങനെ നിരന്തരമായ അധികാരം കിട്ടിയ ഒരു പാർട്ടിയായിരുന്നു പശ്ചിമ ബംഗാളിലെ പാർട്ടി. ആ പാർട്ടിയിൽ സംഭവിച്ചത് എന്താണ്? ഈ അധികാര കേന്ദ്രീകരണം ഈ പറഞ്ഞ ലോക്കൽ നേതാക്കളിലേക്ക് സംഭവിച്ചപ്പോൾ അവർ അധികാരികളാവുകയും ജനങ്ങൾ ഭരിക്കപ്പെടേണ്ട മനുഷ്യരാവുകയും പാർട്ടി സംവിധാനം വെച്ച് ജനങ്ങളെ ഭരിക്കുകയും ചെയ്തു, ജനങ്ങളെ വെറുപ്പിച്ചു. അത് തന്നെയല്ലേ കേരളത്തിലും സംഭവിക്കുന്നത് എന്ന ആശങ്ക സ്വാഭാവികമാണ്. അഭിലാഷേ, 2026 വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വരുന്നുള്ളവരെ ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ, കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ആ ഒരു സാഹചര്യത്തിൽ CPM-നെ എങ്ങനെയാണ് തകർത്ത് BJP-ക്ക് 4 സീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇവരെ പോലുള്ള ചില ആൾക്കാരുടെ കൂടെ മറുപടി പറയാനുള്ള സമയം എനിക്ക് അനുവദിക്കണം. കാരണം അവരെ സംസാരിച്ച് ഇടപെട്ടിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം, കേരളത്തിലെ സംഘടനാ തലത്തിൽ ഈ പാർട്ടിയുടെ പിന്നെ ബ്രാഞ്ച് തലങ്ങളിലുള്ള സമ്മേളനങ്ങളും അതിൽ നടക്കുന്ന ചർച്ചകളും അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അതിനെക്കുറിച്ചൊരു ചുക്കും അറിയാത്തവരാണ് CPM പാർട്ടി കേരളത്തിൽ ഇല്ലാതായി. ഒന്നോ രണ്ടോ സ്വാർത്ഥമോഹികൾ ഒരു കാരണമില്ലാതെ കൊണ്ട് പെരിഫറലായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നടത്തിയ കാരണങ്ങൾ പറഞ്ഞ് അതിനെ കൊട്ടിഘോഷിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഈ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. 2 കാര്യങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ട പറയാനുണ്ട്. ഈ രാജ്യത്ത് ഈ പാർട്ടി ഇല്ലാതായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പിന്നെ പത്മനാഭ സാറിന് കേൾക്കണം, അതുപോലെ തന്നെ ശ്രീകുമാർ സാർ കേൾക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച കോൺഗ്രസിനെയല്ല, അത് ഇടതുപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് CPM-നെയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട്, കർഷകരോട് മാപ്പ് പറഞ്ഞ് ഒരു നിയമം അങ്ങോട്ട് പിൻവലിച്ചൊരു നിയമം പിൻവലിച്ചു, കർഷക നിയമം. എന്താ കാരണം എന്നറിയോ? പഞ്ചാബിലെ ഹരിയാനയിലെ പിന്നെ കർഷകര് 1 വർഷം 6 ദിവസം നടത്തിയ സമരത്തിന്റെ മുന്നണി പോരാളികളായിട്ട് അവർ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയ കൊടിയാണെന്നറിയോ? അത് ചെങ്കൊടിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. പ്രശസ്തമായിട്ടുള്ള മുംബൈ മാർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇന്ത്യയിലെ 1ാമത്തെ പാർട്ടിയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയ സേവനങ്ങളെ ഈ ശ്രീകുമാർ സാറെങ്കിലും അംഗീകരിക്കണം. കാരണം അവരുടെ നേതാവ് ബഹുമാനായ ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, രാഹുൽ ഗാന്ധി, ഐ ലോസ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് പിന്നെ മരിച്ചുപോയി. എന്നെ ആശയപരമായ രീതിയിൽ ഉത്തേജിപ്പിക്കുന്നതിനും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്ന നേതാവാണെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അദ്ദേഹം നൽകിയ പ്രൈസ് എന്താണ്? നിങ്ങളത് മനസ്സിലായി. ശ്രീകുമാർ സാർ കേൾക്കണം, എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവിന് നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ? കാരണം എന്തുകൊണ്ടാണ്? കൺസിസ്റ്റൻസി ഇല്ലാതെ കണ്ട്, ജനാധിപത്യ ബോധം ഇല്ലാതെ കണ്ട് ലോകം ചുറ്റി കിടന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ അത് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാര്യമായ രീതിയിൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തൊരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ആ ഭയം കൊണ്ടാണ് പിന്നെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നടന്ന് CPM-നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ വിമർശിച്ചത്. അപ്പോൾ ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ വാദഗതി ഉണ്ടല്ലോ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ പാർട്ടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഒരു ചുക്കും നശിക്കുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഫലം എന്തായിരുന്നു? BJP-യുടെ 11,000 വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ 682 കൂടി. എന്നാൽ ജയിച്ച സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചത്? നാണമില്ലേ ശ്രീകുമാർ സാറെ? ഞാൻ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സാർ ഏറ്റവും ബഹുമാനായിട്ടുള്ള നിരീക്ഷകനല്ലേ. വൈരുദ്ധ്യങ്ങൾ, അതായത് രാഷ്ട്രീയപരമായ രീതിയിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്ന തീവ്ര വർഗീയവാദികളായിട്ടുള്ള STP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ പിന്നെ വെൽഫെയർ ഫ്രണ്ട് ഉൾപ്പെടെ തൊട്ടടുത്തിരുന്നുകൊണ്ട് ലീഗ് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേടിയ ഒരു വിജയത്തെ ഇന്നിപ്പോൾ STP പോലും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ തള്ളി പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ CPM-നെ വിമർശിക്കാൻ എന്ത് അവകാശമാണ്? ദാറ്റ്സ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചേലക്കര എന്താ പ്രഖ്യാപിച്ചു? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ചേലക്കര ഞങ്ങൾ ജയിക്കും, കണക്ക് വരെ പറഞ്ഞു. ചേലക്കര എന്ത് സംഭവിച്ചു? കോടിക്കണക്കിന് രൂപ നിങ്ങൾ ഒഴുക്കി. ചേലക്കരയിൽ വ്യക്തമായ കാര്യങ്ങൾ അറിയാം. കോടിക്കണക്കിന് രൂപ ചേലക്കര നിങ്ങൾ ഒഴുക്കി, അപവാദ പ്രചരണങ്ങൾ മുഴുവൻ നടത്തി. രാധാകൃഷ്ണനെ പോലെ പരിണിതപ്രജ്ഞനായ കേരളം ബഹുമാനിക്കുന്ന ഇപ്പോഴത്തെ MPയെ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വ്യക്തിഹത്യ എടുത്തവിടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ചേലക്കരെ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ കളവൊരുക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾ BJPക്ക് വേണ്ടിയിട്ടാണ് കളവൊരുക്കിയത്. നിങ്ങൾ കേരളത്തിലെ ഏതോ ഒന്നോ രണ്ടോ കുലംകുത്തികൾ, ആ വാക്ക് ഞാനും ഉപയോഗിക്കുക പോലെ ഒന്ന് രണ്ട് പേര് ഈ അക്കരെ പച്ച തേടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തേടി കാശ് പോക്കറ്റ് ഇട്ടിട്ട് ഈ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്നവനെ, അവനാണ് കേരളത്തിൽ ആശയപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കുന്നവൻ, അവനാണ് കേരളത്തിൽ CPM താർക്കാൻ ശ്രമിക്കുന്നവർ. CPM ആവപ്പെടെ പൊട്ട പൊട്ടുന്ന പോലെ പൊട്ടിപ്പോയി, CPM ഒരു മൂലയ്ക്ക് ഒതുങ്ങിയതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്? നിങ്ങൾ BJPക്ക് RSSന് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. അതിന്റെ തെളിവാണ് പാലക്കാട് തെളിവ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളവിടെ 3-ാം സ്ഥാനത്തായിരുന്നു. ഇന്നും ഞങ്ങൾ അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയത്. എവിടെ പോയി നിങ്ങളുടെ വോട്ടുകൾ? അല്ലെ, നിങ്ങൾ ആരോട് വോട്ട് വാങ്ങിച്ചു? BJPയുടെ ബഹുമാനപ്പെട്ട പത്മനാഭൻ സാർ പറഞ്ഞത് നിങ്ങളുടെ 11,000 വോട്ട് അവിടെ പോയി. എങ്ങോട്ട് പോയി? നിങ്ങൾ കച്ചവടം ചെയ്തല്ലേ? നിങ്ങൾ കച്ചവടം ചെയ്തല്ലേ? പാലക്കാട്ടെ സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും പാലക്കാട് വിതരണം ചെയ്ത പണത്തെക്കുറിച്ചും BJPയുടെ സമന്വിതരായ KS രാധാകൃഷ്ണൻ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. ഞാൻ ഇന്നലെ കേട്ടതാ. കണക്കുപുള്ളിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് വോട്ട് മേടിച്ച് കോൺഗ്രസ് SDPയുടെയും പിന്നെ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയെ പോലുള്ള തീവ്ര വർഗീയവാദികൾ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറഞ്ഞ് SDPയുടെ തോളത്ത് കയ്യിലിട്ടുണ്ട്. നടന്നപ്പോൾ മാധ്യമങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിച്ചു ആ സ്ഥാനാർത്ഥിയോട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് വോട്ടെടുപ്പിന് തലേന്റെ തലേദിവസം എന്താ ചോദിച്ചേ? താങ്കൾക്ക് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട, SDPയുടെ വോട്ട് വേണമെന്ന് പറയാൻ തന്റെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ബെബ്ബ അടിക്കുമായിരുന്നു. കേരളം മുഴുവൻ അത് കണ്ടു. നിങ്ങൾ ആരുടെ പ്രതിനിധിയാണ് ജയിപ്പിച്ചു വിട്ടെ? നിങ്ങൾ തീവ്ര വർഗീയവാദികളുടെയും ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നത് കേരള ജനത അംഗീകരിക്കാത്തവരുടെ വോട്ട് നേടിയല്ലേ നിങ്ങളുടെ ജനപ്രതിനിധി പിന്നെ അവിടെ പോയി ഇരിക്കാൻ പോകുന്നത്, നിയമസഭയിൽ പോയി ഇരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ CPM തകർന്നു പറയാനായിട്ട്? ആട്ടെ, ഇനി നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആളല്ലേ? ഇതൊക്കെ പഴകി ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ വരാം താങ്കളിലേക്ക്.